എല്ലാവർക്കും നമസ്കാരം. ഇതിവിടെ സന്നിഹിതരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ, അറിയിക്കുന്നവർ, മറ്റു പ്രിയപ്പെട്ടവർ, ആദ്യം തന്നെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെ അത്ര വലിയ വിജയമൊന്നും നേടിയിട്ടില്ലാത്തവർക്കും പ്ലസ് ടു പാസ്സായതിൻ്റെ അഭിനന്ദനങ്ങൾ. ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കമാണ്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ട അങ്ങനത്തെ ഒരു സമയമാണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എനിക്കന്ന് ഞാൻ എൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷനായിട്ടുള്ള എൻ്റെ ചേട്ടൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തപ്പോൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു എളുപ്പമുള്ള തീരുമാനമാണ് ഞാനും എടുത്തത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് തന്നെ കോപ്പി അടിച്ച കമ്പാരിസൺ വരില്ലല്ലോ എന്ന് കരുതി. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറേ പുതിയ അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. കുറേ പുതിയ ആളുകളെ കണ്ടുകൊണ്ടാണ്, പുതിയ സ്ഥലങ്ങൾ കാണാനൊക്കെ എനിക്ക് അന്ന് ആ പഠന സമയത്ത് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഞാൻ കുറച്ചും കൂടെ ഞാനിപ്പോൾ ചെയ്യുന്ന പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളാണെന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് ഗുണകരമായിട്ട് വരില്ലായിരുന്നു എന്ന് ഇടയ്ക്കെങ്കിലുമൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അന്നാ പ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു എന്താ പറയുക, അന്നങ്ങനെ തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റൈറ്റ് സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താവണം എന്ന് ആഗ്രഹങ്ങളുള്ളവർ എല്ലാവരും ചിലപ്പോൾ കൺവെൻഷനലായിട്ട് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നുള്ളതിനപ്പുറം വേറെ അധികം ആൾക്കാർ ശ്രമിച്ചിട്ടില്ലാത്തതോ ആഗ്രഹിച്ചിട്ടില്ലാത്തതോ ആയിട്ടുള്ള പ്രൊഫഷൻസിലേക്ക് വരെ പോകാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയും എന്താണോ നിങ്ങളുടെ പാഷൻ അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ആ തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ഘട്ടത്തിൽ തീരുമാനം എടുത്താലും മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഗംഭീരമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരാളേക്കാൾ ബെറ്റർ ആവുക എന്നുള്ളതിനേക്കാൾ നമ്മളുടെ ബെസ്റ്റ് ആവുക എന്നുള്ളത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ നിങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടുള്ളതിനേക്കാൾ ഒരുപാട് മുകളിലാണെന്ന് മനസ്സിലാവുക. ഓരോ ദിവസവും ഒരു ബെറ്റർ യു ആയി മാറാനുള്ള അങ്ങനൊരു ശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവട്ടെ. അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ്. നിങ്ങളെല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോകും. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നീട് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങൾക്കുണ്ടായിരുന്ന സൗഹൃദങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ തന്നെയാണ്. ഒരു പോയിന്റിൽ നിങ്ങളത് തിരിച്ചറിയില്ല, പക്ഷേ ഒരു പോയിന്റിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ പോകുന്നതും ഈ പ്രായം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ആളുകളുമായിട്ടായിരിക്കും. അപ്പോൾ അതേസമയം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും എല്ലാം കാത്തു സൂക്ഷിക്കുക. ജീവിതത്തിൽ ഏറ്റവും നന്നായി ലൈഫിൽ അച്ചീവ് ചെയ്യുക, നല്ല നിലകളിലെത്തുക. എല്ലാവർക്കും എന്നും നന്മ മാത്രം സംഭവിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും സമാധാനവും എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.